ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ DB മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്താണ് നമ്മൾ DB കണക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഈ സെയിം ഫോൾഡറിനകത്ത് തന്നെ ഞാൻ വേറൊരു ഫോൾഡറോടെ ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിന് ഞാൻ മോഡൽസ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, സോ നമ്മുടെ മെയിൻ ഡോട്ട് ഗോയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ ഒരു പോസ്റ്റ് ആപ്ലിക്കേഷനാണ്. അതിലുണ്ടായിരുന്നത് ഇത്രയും ഫീൽഡുകളാണ് നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇത്രയും ഫീൽഡുകൾ തന്നെ നമ്മുടെ ഡാറ്റാബേസിനകത്തും ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് അതെല്ലാം നമ്മുടെ മോഡലിനകത്ത് ഡിഫൈൻ ചെയ്യണം. സോ ഞാൻ ഈ മോഡലിൻ്റെ നെയിം ഞാൻ പോസ്റ്റ് മോഡൽ എന്ന് പേര് കൊടുത്തു, പോസ്റ്റ് മോഡൽ ഡോട്ട് ഗോ. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ഗോമിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോകാം. ഇവിടെ കാണാം നമുക്ക് ഡിക്ലെയറിംഗ് മോഡൽസ്. ഓക്കെ, സോ ഈ ഡിക്ലെയറിംഗ് മോഡൽസ് എന്ന് പറയുന്ന സെക്ഷനകത്ത് എങ്ങനെയാണ് DB മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇവിടെ കാണാം, ഇവിടെ നമുക്കൊരു സ്ട്രക്ട് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനകത്ത് നമ്മുടെ എല്ലാ ഫീൽഡുകളും ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ കുറച്ചുകൂടെ താഴെ പോയി ഇവിടെ ഗോം മോഡൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ മോഡൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ gorm.model അതിനകത്ത് കൊടുത്താൽ നമുക്ക് ID ക്രിയേറ്റഡ് അറ്റ്, അപ്ഡേറ്റഡ് അറ്റ്, ഡിലീറ്റഡ് അറ്റ് ഈ ഫീൽഡുകൾ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ gorm.model യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു യൂസർ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, യൂസർ സ്ട്രക്ട്. സോ അതിനകത്ത് ഇവിടെ ഡിഫൈൻ ആദ്യം gorm.model കൊടുത്തിട്ടുണ്ട്, ദെൻ നെയിം ആണ് നെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു മോഡൽ ഈക്വൽ ടു ദിസ്. ഓക്കെ, അതായത് ID ക്രിയേറ്റഡ് അറ്റ്, അപ്ഡേറ്റഡ് അറ്റ്, ഡിലീറ്റഡ് അറ്റ്, നെയിം. ഓക്കെ, സോ ID ഇത്രയും ഫീൽഡുകൾ നമ്മൾ gorm.model കൊടുക്കുമ്പോൾ ഓട്ടോ ജനറേറ്റ് ആവും. സോ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മളും യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു സ്ട്രക്ട് കോപ്പി ചെയ്തു, ദെൻ നമ്മുടെ കോഡിലോട്ട് പോവാം. സോ ഞാൻ ഈ പാക്കേജിൻ്റെ നെയിം ഞാൻ പാക്കേജ് മോഡൽസ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. സോ നമുക്ക് ആദ്യം ഗോം ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് gorm.io/gom. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഡോട്ട് ഗോയിൽ പോയാൽ നമ്മുടെ സ്ട്രക്റ്റിലുള്ളത് ഇവിടെ നമുക്ക് 3 ഫീൽഡുകൾ അതിൽ കൊടുത്തിട്ടുള്ളത് ID, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ. സോ ID നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും നമ്മൾ gorm.model യൂസ് ചെയ്തുകൊണ്ട്. സോ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യേണ്ടത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനാണ്. സോ അത് നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യമുള്ളത് ടൈറ്റിൽ, ദെൻ ഇനി വരുന്നത് ഡിസ്ക്രിപ്ഷൻ സ്ട്രിങ്. ഓക്കെ, സോ ഇവിടെ യൂസർ എന്നതിന് പകരം നമ്മുടെ ടേബിളിൻ്റെ നെയിം പോസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽസ് ക്രിയേഷൻ കഴിഞ്ഞു. സോ ഇനി നമ്മുടെ PG അഡ്മിനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പോസ്റ്റ് ആപ്പ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ട്. സോ അതിനകത്ത് സ്കീമക്കകത്ത് ടേബിൾസ്. സോ ഇവിടെ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്ന ടേബിൾ വന്നിട്ടില്ല. സോ ഇവിടെ നമ്മുടെ ടേബിൾ വരണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് മൈഗ്രേഷൻ ചെയ്യണം. സോ ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ മൈഗ്രേഷൻ ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇതിനകത്ത് migration.go എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. സോ പാക്കേജിനെ ഞാൻ മെയിൻ കൊടുത്തു, ദെൻ ഫങ്ക് മെയിൻ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഡാറ്റാബേസും മോഡലും ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട്. ഓക്കെ, സോ ഡാറ്റാബേസ് ഞാൻ ഈ നമ്മൾ മെയിനിൽ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ജസ്റ്റ് കോപ്പി ചെയ്ത് മൈഗ്രേഷൻ ഫയലിൽ കൊടുത്തു, ദെൻ ഡാറ്റാബേസ് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മോഡൽ ഇമ്പോർട്ട് ചെയ്യണം. സോ അത് കിടക്കുന്നത് ഡാറ്റാബേസിനകത്തുള്ള മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡർ. ഓക്കെ, ഇനി നമ്മുടെ കണക്ഷൻ ഇനീഷ്യലൈസ് ചെയ്യണം. സോ അതിനായിട്ട് DB = database.connect. ഓക്കെ, സോ നമ്മൾ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്തു. ദെൻ ഇനി ചെയ്യേണ്ടത് നമ്മുടെ മൈഗ്രേഷൻ വിളിക്കണം. സോ അതിനായിട്ട് DB. ഇവിടെ ഓട്ടോ മൈഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ദെൻ അതിനകത്തോട്ട് നമ്മുടെ മോഡൽ നെയിം കൊടുക്കുക, models.post. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്യാം. സോറി, ഇവിടെ ഒരു empty കേളി ബ്രേസ് ഓപ്പൺ ചെയ്യണം. ഇനി സേവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫയൽ, അതായത് ഈ മൈഗ്രേഷൻ ഫയൽ റൺ ചെയ്യുക. സോ അതിനായിട്ട് go run migrate.go. ഓക്കെ, സോ നമ്മുടെ മൈഗ്രേഷൻ ഫയൽ ഇവിടെ റൺ ആയിട്ടുണ്ട്. ഇനി PG അഡ്മിനിലോട്ട് പോയിട്ട് നമ്മൾ സ്കീം ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ടേബിൾസ്.
ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ കോളംസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ID ഉണ്ട്, ക്രിയേറ്റഡ് അറ്റ്, അപ്ഡേറ്റഡ്, ഡിലീറ്റഡ് അറ്റ്, ദെൻ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. സോ ഈ ഒരു 4 കോളംസ് നമ്മൾ gorm.model യൂസ് ചെയ്തുകൊണ്ട് അത് ഓട്ടോ ജനറേറ്റ് ചെയ്തു. സോ നമ്മുടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കോളവും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ ബേസ് അതായത് DB മോഡൽസ് ഗോയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.